ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടാളോട് ഇന്നും ഒന്ന് പുറത്തിറങ്ങിയാണ് കേട്ടോ. ഞാൻ എപ്പം മൂപ്പര വണ്ടിമേ കയറിയാലും മൂപ്പര വണ്ടിയത്തെ എണ്ണ തീരും. അതിൻ്റെ സൈക്കോളജി അമ്മക്കറിയായിട്ടൊന്നുമല്ല, എന്നാലും പാവല്ലേ. അപ്പോൾ ഒരു 200 രൂപയ്ക്ക് എണ്ണ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ എണ്ണ അടിച്ചത്ത സന്തോഷത്തിൽ മൂപ്പര അമ്മക്ക് ഒരു നാരങ്ങൂട്ടായി കേട്ടോ. ഈ നാരങ്ങൂട്ടായി ഒന്ന് വറ്റിച്ചാൽ തുടങ്ങിയിട്ട് കുറേ കാലമായിനെ. കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് വാങ്ങിത്തരല്. കല്യാണം കഴിഞ്ഞിട്ടും ഇതിൻ്റെ വലുപ്പത്തിനും കളറിനും ഒന്നും മാറ്റില്ല. മുട്ടായി ഇപ്പോഴും നാരങ്ങൂട്ടായി തന്നെ. ഈ പോരലിൽ 1-2 കാര്യങ്ങൾ ഉണ്ടായി കേട്ടോ. ആദ്യം നമ്മൾ ബാങ്കിൽ തന്നെ കയറി. കുറച്ച് തോനെ പൈസ കയ്യിൽ കിട്ടിയപ്പം കള്ളന്മാരുണ്ടാവേണ്ട വെച്ച് കൊണ്ടുവയ്ക്കാനാട്ടോ. ബാങ്കുകാർക്കാണെങ്കിൽ ഞങ്ങളെ പൈസ ആയോ എന്നൊരു അന്വേഷണമാണ്. അപ്പോൾ കിട്ടണേന്ന് കുറച്ച് ഓൽക്ക് കൊടുത്താൽ ഓരോ സന്തോഷമായിക്കോളുമല്ലോ. മൂപ്പര് തലേന്ന് ഹെൽമെറ്റൊന്നും ഊരിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടുന്ന് ആരോടോ അടിയിട്ടുന്നുള്ളൊരു പേടിയുണ്ടായിനി കാരം. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയ അക്ഷയക്കാണ്. മൂപ്പർക്ക് പിന്നെ നേരെ ചൊവ്വേ ബുക്കും പേപ്പറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ 1-2 എന്തോ ചെറിയ പേപ്പറുണ്ട്, അത് വെച്ച് വലിയ പേപ്പറാക്കാൻ കഴിയുമോ നോക്കുക. ഇനി ബുക്കും പേപ്പറും ഇല്ലാന്ന് ഞാൻ പറഞ്ഞുണ്ടാക്കിയിട്ട് ഓരോ വിത്തനം ഉണ്ടാക്കാൻ നിൽക്കണ്ടാവേ. നമ്മളെ നാട്ടിൽ അക്ഷയ ഉണ്ടായിട്ട് നീറാട് വരെ പോകുന്നത് എന്തിനാന്നല്ലേ. നല്ല AC ഉള്ള അക്ഷയാണ്. അവിടുന്ന് ഇറങ്ങിയ പോലത്തെ ഞങ്ങളെ പള്ളൻ്റെ ഉള്ളിൽ നിന്ന് വിളിയാളം തുടങ്ങിയാണ്. ചോറിന്ന് നമ്മൾ പോയേട്ടാന്നല്ലേ ഓമാനൂരിലുള്ള ജനകീയ ഹോട്ടൽ കാട്ടോ, കുടുംബശ്രീൻ്റെ. വെറും 25 റുപ്യക്ക് നല്ല സൂപ്പർ ചോറും ഒരു ഉപ്പേരിയും ഒരു അച്ചാറും. മൂപ്പർക്കാണെങ്കിൽ എത്ര ചോറ് കിട്ടിയാലും ഈ റേഷാപ്പ് തരിൻ്റെ ചോറ് കിട്ടണം വയററിയണമെങ്കിൽ. അതിക്കാണെങ്കിൽ നല്ല പച്ചവാഴക്കയും പരിപ്പും കറിയും. വാവ്. മീൻ വേണമെങ്കിൽ മീനും വാങ്ങട്ടോ, അതിന് വേറെ പൈസ കൊടുക്കണേ. അപ്പോൾ ഞങ്ങളും വാങ്ങി 2 മീൻ. 2 മീൻ വാങ്ങിയിട്ട് എൻ്റെ മീനിൻ്റെ തല മൂപ്പരുണ്ടോയി. തല ഇല്ലാത്തവർക്ക് പിന്നെ തല കൊടുക്കാമല്ലോ വിചാരിച്ച് ഞാനത് കൊടുത്തിട്ടോ. അങ്ങനെയെങ്കിലും കുറച്ച് തല ഉണ്ടാകട്ടെ എന്ന്. അവിടുന്ന് ഇറങ്ങി പിന്നെ കുട്ടികളെ പറ്റിച്ചാൽ മുട്ടായി വാങ്ങാൻ വിചാരിച്ച് പോയാട്ടോ. ബേക്കറി കണ്ടപ്പം കുട്ടിയൊക്കെ മുട്ടായി അങ്ങനെയൊക്കെ ഞാൻ മറന്ന്. ഞാൻ എനിക്ക് വേണ്ടിയൊക്കെ വാങ്ങി. ഒരു പുളപൊരി ഒരു സിപ്പപ്പും. സത്യം പറഞ്ഞാൽ ഈ സിപ്പപ്പ് മൂപ്പരാക്കൊക്കെ വാങ്ങിയിട്ട് സാധനം കഴിയിട്ടിപ്പം ഞാൻ ഇൻ്റെടാക്കി. അപ്പത്ത് മൂപ്പര് തെറ്റി. മൂപ്പര മുണ്ടിക്കണ കോലാട്ടെ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പെരേക്കന്നിന് പോന്നിട്ടോ. കുട്ടികൾ പറഞ്ഞൊന്നും കൊണ്ടുവരാത്തതിന് അവിടെ ഒരു യുദ്ധം കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ, വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.